മലയാള സിനിമയ്ക്ക് ചിരിയുടെയും ചിന്തയുടെയും പുതിയ ഭാഷ്യം ചമച്ച നടനും സംവിധായകനും തിരക്കഥാകൃത്തുമായ ശ്രീനിവാസൻ അന്തരിച്ചു. 69 വയസ്സായിരുന്നു. ദീർഘകാലങ്ങളായി അസുഖബാധിതനായി ഉദയംപേരൂരിലെ വീട്ടിൽ വിശ്രമത്തിലായിരുന്നു അദ്ദേഹം. ഡയാലിസിസിനായി സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി ശ്വാസതടസ്സം അനുഭവപ്പെട്ടു. തുടർന്ന് തൃപ്പൂണിത്തുറ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശനിയാഴ്ച രാവിലെ 8:30 അന്ത്യം. 1956 ഏപ്രിൽ 4 കൂത്തുപറമ്പ് പാട്യത്ത് ജനിച്ചു. സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം മദ്രാസ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്നു. സൂപ്പർ സ്റ്റാർ രജനീകാന്ത് അവിടെ ശ്രീനിവാസന്റെ സഹപാഠിയായിരുന്നു. സിനിമാ രംഗത്തേക്ക് ശ്രീനിവാസൻ പ്രവേശിക്കുന്നത് അഭിനയ ഡിപ്ലോമ കഴിഞ്ഞതിനു ശേഷം 1976 PA ബക്കർ സംവിധാനം ചെയ്ത മണിമുഴക്കം എന്ന ചിത്രത്തിലൂടെയാണ്. 1979 പുറത്തിറങ്ങിയ സംഘഗാനമാണ് നായകനായ ആദ്യ ചിത്രം. 30 ചിത്രങ്ങൾക്ക് കഥയും 50ഓളം ചിത്രങ്ങൾക്ക് തിരക്കഥയും ഒരുക്കി. 52 സിനിമകൾക്ക് സംഭാഷണവും എഴുതി. ഒരു ചിത്രത്തിൽ പാട്ടും പാടിയിട്ടുണ്ട്. ഒരു മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് കൂടിയായ ശ്രീനിവാസൻ വിധിച്ചതും കൊതിച്ചതും, വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ, ഒരു മാടപ്രാവിന്റെ കഥ, KG ജോർജിന്റെ മേള എന്നീ ചിത്രങ്ങളിൽ മമ്മൂട്ടിക്ക് വേണ്ടിയും, ഒരു മുത്തശ്ശി കഥ എന്ന ചിത്രത്തിൽ തമിഴ് നടൻ ത്യാഗരാജന് വേണ്ടിയും ശബ്ദം നൽകിയിട്ടുണ്ട്. പുല്ലാങ്കുഴൽ എന്ന ചിത്രത്തിൽ നായകനായി അഭിനയിച്ച കാതികൻ സാംബശിവനും ശബ്ദം നൽകിയത് ശ്രീനിവാസനായിരുന്നു. കുറച്ചു ചെറിയ വേഷങ്ങൾക്ക് ശേഷം ശ്രീനി 1984 ഓടരുതമ്മാവ ആളറിയാം എന്ന സിനിമയ്ക്ക് കഥ എഴുതി. പിന്നീട് തിരക്കഥാകൃത്തായും നടനായും മലയാള സിനിമയിൽ നിറഞ്ഞു നിന്നു. മോഹൻലാലിനോടൊപ്പം പ്രധാന വേഷത്തിലെത്തിയ ചിത്രങ്ങളെല്ലാം മലയാളികൾ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു. ഒരു കാലത്ത് മലയാള സിനിമയിലെ ഹിറ്റ് കൂട്ടുകെട്ടായിരുന്നു ഇവരുടേത്. നാടോടിക്കാറ്റ്, പട്ടണപ്രവേശം, അക്കരെ അക്കരെ അക്കരെ, വരവേൽപ്പ്, മിഥുനം, ഉദയനാണ് താരം വരെ ഒരുപിടി സിനിമകളിൽ ഇരുവരും ഒന്നിച്ചു. സംവിധായകന്മാരായ സത്യൻ അന്തിക്കാടിനും പ്രിയദർശനോടുമൊപ്പമുള്ള കൂട്ടുകെട്ടുകളും കൊണ്ടാടപ്പെട്ടു. പ്രിയദർശൻ സംവിധാനം ചെയ്ത ഓടരുതമ്മാവ ആളറിയാമാണ് തിരക്കഥാകൃത്തെന്ന നിലയിൽ ആദ്യ ചിത്രം. അരം പ്ലസ് അരം കിന്നരം, ബോയിങ് ബോയിങ്, മുത്താരങ്ങുന്നു പീവോ, ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ്, മഴ പെയ്യുന്നു മദ്ദളം കൊട്ടുന്നു, TP ബാലഗോപാലൻ MA, നാടോടിക്കാറ്റ്, മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നു, പട്ടണപ്രവേശം, വെള്ളാനകളുടെ നാട്, വരവേൽപ്പ്, അക്കരെ അക്കരെ അക്കരെ, തലയണ മന്ത്രം, സന്ദേശം, അഴകിയ രാവണൻ, അയാൾ കഥ എഴുതുകയാണ്, ചിന്താവിഷ്ടയായ ശ്യാമള, കിളിച്ചുണ്ടൻ മാമ്പഴം, ഉദയനാണ് താരം, കഥ പറയുമ്പോൾ തുടങ്ങി ഒട്ടേറെ ശ്രദ്ധേയമായ ചിത്രങ്ങൾക്ക് തൂലിക ചലിപ്പിച്ചു. 2 ചിത്രങ്ങളാണ് സംവിധാനം ചെയ്തത്. വടക്കുനോക്കി യന്ത്രവും ചിന്താവിഷ്ടയായ ശ്യാമളയും. M. മോഹനൻ സംവിധാനം ചെയ്ത് ശ്രീനിവാസൻ തന്നെ പ്രധാന കഥാപാത്രമായ കഥ പറയുമ്പോൾ എന്ന ചിത്രത്തിലൂടെ നിർമ്മാതാവായി. മകൻ വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത തട്ടത്തിലെ മറയത്ത് എന്ന ചിത്രവും നിർമ്മിച്ചു. മികച്ച കഥ സന്ദേശം, മികച്ച തിരക്കഥ മഴയെത്തും മുമ്പേ, മികച്ച ജനകീയ ചിത്രം ചിന്താവിഷ്ടയായ ശ്യാമള, മികച്ച ചിത്രം വടക്കുനോക്കി യന്ത്രം, പ്രത്യേക ജൂറി പുരസ്കാരം തകരച്ചെണ്ട എന്നീ വിഭാഗങ്ങളിലായി സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾക്ക് അർഹനായിട്ടുണ്ട്. ആദ്യ സംവിധാന സംരംഭത്തിന് തന്നെ മികച്ച ചിത്രത്തിനുള്ള സംസ്ഥാന പുരസ്കാരം ലഭിക്കുകയുണ്ടായി. ജൂണിൽ പുറത്തിറങ്ങിയ നാൻസി റാണിയാണ് ശ്രീനിവാസൻ അഭിനയിച്ച അവസാന ചിത്രം. ഭഗത് ഫാസിലിനെ നായകനാക്കി സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത ഞാൻ പ്രകാശിന് വേണ്ടിയാണ് ശ്രീനിവാസൻ ഒടുവിൽ തിരക്കഥ എഴുതിയത്. ശ്രീനിവാസൻ അസുഖം ഭേദമായി സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നാൽ വീണ്ടും ഒന്നിച്ചൊരു ചിത്രം ചെയ്യണമെന്ന ആഗ്രഹം സത്യൻ അന്തിക്കാട് പലപ്പോഴും പങ്കുവച്ചിട്ടുണ്ട്. വിമല ശ്രീനിവാസനാണ് ഭാര്യ. മക്കൾ 2 പേരും സിനിമാ മേഖലയിൽ സജീവമാണ്. വിനീത് ശ്രീനിവാസനും ധ്യാൻ ശ്രീനിവാസനും പിതാവിന്റെ പാതയിൽ സംവിധാനവും അഭിനയവും ഉൾപ്പെടെ സിനിമയുടെ സമസ്ത മേഖലകളിലും കയ്യൊപ്പ് പതിപ്പിച്ചിട്ടുണ്ട്. മലയാളിയെ ഒരുപാട് ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയൊക്കെ ചെയ്ത പ്രിയപ്പെട്ട ശ്രീനിവാസന് 1000 കണ്ണീർ പ്രണാമം.